ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദയോഗം ശ്ലോകം 30. ഗാണ്ഡീവം സ്രംസദേഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ നജ ശക്നോമി അവസ്ഥാതും പ്രമദീവ മേ മനഃ. ഗാണ്ഡീവം സ്രംസദേഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ നജ ശക്നോമി അവസ്ഥാതും പ്രമദീവ മേ മനഃ. ഗാണ്ഡീവം, ഗാണ്ഡീവം എന്ന ധനുസ്, ഹസ്താത് കയ്യിൽ നിന്ന്, സ്രംസതേ വഴുതിപ്പോകുന്നു, ത്വക്കെന്നാൽ തൊലി, പരിദഹ്യതേ ഏവച പൊള്ളുകയും ചെയ്യുന്നു, അവസ്ഥാതും ച നിൽക്കാൻ കൂടിയും, ന ശക്നോമി എനിക്ക് കഴിയുന്നില്ല, മേ മനഃ എന്റെ മനസ്സ്, ഭ്രൂമദീവച കറങ്ങുന്നത് പോലെ തോന്നുന്നു. എന്റെ കയ്യിൽ നിന്നും എന്റെ ധനുസ് വഴുതിപ്പോകുന്നു, ദേഹമെല്ലാം ചുട്ടുനീറുന്നു, നേരെ നിൽക്കാൻ പോലും എനിക്ക് ശക്തിയില്ലാതാകുന്നു, എന്റെ മനസ്സ് ഭ്രമിക്കുന്നതായി തോന്നുന്നു. അർജുനൻ മുൻപും സ്വജനങ്ങളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. കൗരവന്മാരുടെ പിന്തുണയോടെ ത്രികർത്തൻ വിരാട രാജാവിന്റെ പശുക്കളെ അപഹരിച്ചതിനെ തുടർന്ന് പൊരിഞ്ഞ യുദ്ധം തന്നെ നടന്നു. ആ യുദ്ധത്തിൽ ഭീഷ്മദ്രോണാദികളും കൗരവന്മാരുമെല്ലാം പങ്കെടുത്തു. അന്ന് അർജുനൻ ഒറ്റയ്ക്കാണ് വിരാട സൈന്യത്തെ കൂട്ടിക്കൊണ്ട് പോരിനിറങ്ങിയത്. ഇന്നിപ്പോൾ തോന്നിയ ധാർമ്മിക ചിന്തകളൊന്നും അന്ന് അർജുനനെ അലട്ടിയില്ല. കാരണമുണ്ട്, അന്നത്തേത് ഇത്ര ഭീകരമായ യുദ്ധമായിരുന്നില്ല. ഇപ്പോഴത്തെ യുദ്ധം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഇതിൽ ഒരു കക്ഷിയുടെ സമ്പൂർണ്ണ നാശം സംഭവിക്കുമെന്നത് തീർച്ചയാണ്. വൻപിച്ച കൂട്ടക്കൊല തന്നെ നടക്കുമെന്നത് സംശയമില്ല. ഒരു രാജ്യത്തെ തന്നെ എല്ലാ ജനങ്ങളും ചത്തൊടുങ്ങും എന്ന് അർജുനനെ വല്ലാതെ തളർത്തി. സ്വജനങ്ങളെ ആകെ കൊന്നൊടുക്കിയിട്ട് വിജയം നേടുന്നതിൽ എന്താണ് പ്രയോജനം? അങ്ങനെ നേടുന്ന രാജ്യവും ധനവും ഒക്കെ എന്തിനാണ്? അങ്ങനെ തന്നെ അർജുനൻ ചിന്തിച്ചു ദുഃഖത്താൽ തളർന്നിരുന്നു പോകുകയാണ്. ക്ഷത്രിയധർമ്മമാണ് യുദ്ധം. അതിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്നത് അർജുനന്റെ മിഥ്യാജ്ഞാനമാണ്. ശരീരവും ആത്മാവും അഭിന്നമായി കാണുന്ന ദേഹാത്മബുദ്ധി സത്യജ്ഞാനത്തെ ആവരണം ചെയ്തിരിക്കുന്നു. ഭഗവാനെ ഒരു സുഹൃത്തായി കണ്ടുകൊണ്ട് തന്നെ, ഹേ കേശവ കൃഷ്ണ, എന്നെ ഈ ക്ലേശത്തിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗാണ്ഡവദാഹത്തിനു മുമ്പ് അഗ്നിദേവന്റെ പ്രേരണയനുസരിച്ച് വരുണൻ അർജുനന് സമ്മാനിച്ചതാണ് ഗാണ്ഡീവമെന്ന വില്ല്. അത് കയ്യിൽ നിന്ന് വഴുതി പോകുന്നതും വിറയലും രോമാഞ്ചവും ഒക്കെ ഉണ്ടാകുകയാണ് അർജുനന്. ഭഗവാനെ അർജുനൻ അഭയം പ്രാപിക്കുകയാണ്. ഹരേ കൃഷ്ണ.